കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ അത് ചിലപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഫീൽ ചെയ്യുന്ന പോലെ ചിലപ്പം തോന്നത്തില്ലായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓർക്കും എന്തോ ഇവിടെ സംഭവിക്കുക. എന്നാൽ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം തൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോരുത്തരെയും ദൈവം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളറിയാതെ പോലും നമ്മളിൽ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പ്രകടമായിട്ട് ചിലതൊന്നും കണ്ടില്ലെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴത്തേക്ക് ദൈവം തൻ്റെ പ്രവൃത്തി നമ്മളിൽ ചെയ്യും. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് ആഴ്ചകളായിട്ട് ഇന്നർ ഹീലിംഗ്, ആന്തരിക രോഗസൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആന്തരിക രോഗസൗഖ്യം എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ മറ്റ് രോഗസൗഖ്യത്തിനായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ഒത്തിരി നമ്മൾ പോകാറുണ്ട്. പല കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യാറുണ്ട്. എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ എടുക്കുവാൻ വേണ്ടി നമ്മൾ വളരെ ജാഗ്രതയുള്ളവരാണ്. പലതരത്തിൽ ചിലപ്പോൾ വ്യായാമം മുറകൾ പല കാര്യങ്ങളൊക്കെ നമ്മൾ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ അന്തരാത്മാവിൽ സൗഖ്യമില്ലെങ്കിൽ നമുക്ക് മറ്റൊത്തിരി പ്രയാസങ്ങളുണ്ട്. അല്ലെങ്കിൽ അന്തരാത്മാവിലുള്ള സൗഖ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സീരീസ് വളരെ ഗൗരവത്തോടുകൂടെ എല്ലാവരും കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് അനേകർക്ക് ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ മുറിവുകൾ ഉണക്കപ്പെടുമ്പോഴത്തേക്ക്, നമ്മുടെ അകത്തുള്ള വേദനകൾ മാറുമ്പോഴത്തേക്ക് അത് നമ്മുടെ ജീവിതത്തിന് ഭയങ്കര സമാധാനമായിട്ട്, സന്തോഷമായി, അത് നമുക്ക് ആരോഗ്യമായിട്ട് ജീവിതത്തിൽ ജീവിക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്തോഷത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഞാൻ ചില നാളുകളായിട്ട് ഞാൻ പല കാര്യങ്ങൾ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആഗ്രഹിച്ചു ജീവിക്കുമ്പോഴത്തേക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കുക. നമ്മളെ പലപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ പ്രത്യേകത യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധി ഉണ്ടാകുവാനും, ഞാൻ ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ അല്ലേ തരുവാനായിട്ട് വന്നിരിക്കുന്നത്. കള്ളനാണ് അറുപ്പാനായിട്ടും മുടിപ്പാനുമായിട്ടും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ എപ്പോഴും സ്വാതന്ത്ര്യം നിലനിൽക്കുക എന്നുള്ള അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമോ, മനസ്സിനും ഉള്ളിലുമൊക്കെ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് നമ്മുടെ ശരീരത്തിലും നമ്മുടെ കുടുംബത്തിലും എല്ലാം അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അൺഫോർഗിവ്നെസ് ഇൻ ദ ലൈറ്റ് ഓഫ് ഗോഡ്സ് ഫോർഗിവ്നെസ്. ഞാനതിനെ മലയാളത്തിൽ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്: മാപ്പില്ലായ്മ ദൈവക്ഷമയുടെ വെളിച്ചത്തിൽ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ക്ഷമയില്ലായ്മ അങ്ങനെ പറയാമെന്ന് എനിക്ക് അത്ര അറിയത്തില്ല. എന്നാൽ ഇങ്ങനത്തെ ഒരു വാക്ക് നമ്മൾ പലപ്പോഴും മാപ്പ് കൊടുക്കുവാൻ അല്ലേ, നമുക്കെപ്പോഴും പൊതുവായിട്ട് നമുക്ക് മലയാളികൾക്ക് അറിയാവുന്ന വാക്കാണല്ലോ മാപ്പില്ലായ്മ ദൈവക്ഷമയുടെ വെളിച്ചത്തിൽ. അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുന്ന ഒരവസ്ഥ ദൈവക്ഷമയുടെ വെളിച്ചത്തിൽ എങ്ങനെയാണ്? നമ്മൾ ഈ വിഷയം നമ്മുടെ ചർച്ചിൽ പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാനും ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും അത് എങ്കിലും ഈ വിഷയം നമ്മൾ എത്ര സംസാരിച്ചാലും പോരാ. കാരണം ഇത് അനുദിന ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള കാര്യവും ഇത് പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വിഷയവുമായതുകൊണ്ട് അത് കൂടുതൽ കേൾക്കുന്നതുകൊണ്ടോ കൂടുതൽ പറയുന്നതുകൊണ്ടോ പ്രശ്നമില്ല. അത് നമ്മൾ ഇനിയും അനുവർത്തിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ക്ഷമിക്കാത്ത അവസ്ഥ അല്ലേ, മറ്റുള്ളവരോട് കയ്പ് വന്ന് നമുക്ക് ക്ഷമിക്കാത്ത അവസ്ഥ, അത് അനുഭവിക്കാത്തവരായിട്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്നും സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്നും പൂർണ്ണമായിട്ടും ക്ഷമിക്കാൻ മേലാത്ത അവസ്ഥ ഉള്ളവരും നമ്മുടെ മധ്യത്തിലുണ്ട്. അതിൽ തന്നെ തെറ്റാണെന്ന് അവരേൻ്റെ കുഴപ്പമാണെന്ന് പറയില്ല. അതൊരു പ്രോസസ്സാണ്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കും. നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളിവിടെ ആദ്യം ചിന്തിക്കുന്നത്, നമ്മൾ ഈ ക്ഷമയെക്കുറിച്ച് പഠിക്കുന്നത് ദൈവക്ഷമയുടെ വെളിച്ചത്തിലാണ്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. കർത്താവ് എന്തുവാ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴേ നമുക്ക് മറ്റുള്ളവരോട് ഹൃദയംഗമായിട്ട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ചില സമയത്തൊക്കെ നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. കർത്താവ് നമ്മളെ രക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് പറഞ്ഞാൽ, എൻ്റെ പഴയ പാപങ്ങൾ, എൻ്റെ പാസ്റ്റ് സിൻസ്, എൻ്റെ പ്രസൻറ്റ് സിൻസ്, അതായത് ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ. ഞങ്ങൾ ഈ സുവിശേഷീകരണം പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ചില ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ഞാനും മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സുവിശേഷം പറയാൻ ചില മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മൾ പറയും. അതിനകത്ത് നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷവും ചിന്തിച്ച് നോക്കുവാണ് നിങ്ങൾ എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലവർക്ക് പാപത്തെക്കുറിച്ച് ചില വലിയ വലിയ വിഷയങ്ങളാണ് പാപമെന്ന് ഓർക്കും. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുവാണെങ്കിൽ കുറഞ്ഞ ഒരു കണക്കനുസരിച്ച് നമ്മളൊരു 3-5 പാപമെങ്കിലും 4-5 പാപമെങ്കിലും, അത് കുറഞ്ഞ കണക്കാണ്, അതിലൊന്നുമല്ല, അതിൽ കൂടുതൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെച്ച് നമ്മൾ ഒരു 365 ഇട്ട് ഗുണിക്കുവാണെങ്കിൽ എത്ര പാപങ്ങൾ ഒരു വർഷം നമ്മൾ ചെയ്യുന്നു. എന്നിട്ടും കർത്താവേ നീ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോഴത്തേക്ക്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവൻ്റെ രക്തത്താൽ നമ്മളെ കഴുകണമെന്ന് പറയുമ്പോൾ കർത്താവ് അതെല്ലാം ക്ഷമിച്ചു തരുക. ഇനി ഇന്നത്തെ മാത്രമല്ല, നാളെ ഇനി ചെയ്യാനിരിക്കുന്ന പാപങ്ങളും എല്ലാം ക്ഷമിച്ചതാണ് ഈ രക്ഷയെന്ന് പറയുന്നത്. അത്രത്തോളം വലിയ രക്ഷയാണ് എനിക്കും നിങ്ങൾക്കും കർത്താവ് തന്നിരിക്കുന്നത്. അത് മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക്, ഇത്രത്തോളം എന്നോട് ക്ഷമിക്കുന്ന കർത്താവ് എനിക്കുള്ളപ്പോഴത്തേക്ക്, എന്നോട് ഇങ്ങനെ ക്ഷമിക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനത് വിട്ടുകളയത്തില്ല, ഞാനത് മറക്കത്തില്ല, ഞാനത് ഒരിക്കൽ പോലും എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല. ഞാനിപ്പോഴും അത് ഓർത്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവസരം വരുമ്പോഴത്തേക്ക് ഞാൻ അവനോട് ചോദിക്കും. പലപ്പോഴും മനുഷ്യർ പറയുന്ന കാര്യങ്ങളാണ്. വേദപുസ്തകം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഞാൻ ആ വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. എഫേസ്യർ 5:32 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ തമ്മിൽ ദൈവ മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ആര് ക്ഷമിച്ചു? ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ഈ എഫേസ്യ ലേഖനമൊക്കെ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ആദ്യത്തെ ഭാഗത്തൊക്കെ രക്ഷയെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് പൗലോസ് തൻ്റെ ദൈവശാസ്ത്രമൊക്കെ വളരെ വ്യക്തമായിട്ട് ആദ്യത്തെ ചാപ്റ്ററുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അവസാനം വരുമ്പോൾ ഈ പ്രാക്ടിക്കലായ കാര്യങ്ങൾ പറയുക. ഇങ്ങനെ അവിടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മളെയൊക്കെ രക്ഷിച്ച കാര്യങ്ങളും നമ്മളെ സ്വന്തം പുത്രൻ്റെ രാജ്യത്തിലാക്കിയതുമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആക്കിയ ആ കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അന്യോന്യം എന്ത് ചെയ്യണം? ക്ഷമിപ്പീൻ. ഇനി ഇതേ കാര്യം തന്നെ കൊലോസ്യ ലേഖനത്തിൽ വേറൊരു രീതിയിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ. അപ്പം ഈ വഴക്കുണ്ടാകാതിരിക്കുമോ? ആദ്യം ഈ വേദപുസ്തകം പൗലോസ് ലെറ്റർ എഴുതിയപ്പോൾ ആദ്യത്തെ സഭയുടെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ട് മനസ്സിലാക്കി അദ്ദേഹം പറയുക, ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ. അപ്പോൾ വഴക്കുണ്ടാകുന്നതല്ല അതിൽ തെറ്റ്. വഴക്കെന്തുവാ? ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. ഞാൻ ഇടയ്ക്കത് പറഞ്ഞിട്ടുണ്ട്, വേർ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ദർ ഈസ് എ ബ്രോക്കൺനെസ്. പണ്ട് ഞാൻ പഠിച്ച ഒരു കൊട്ടേഷനാണ്, ഒരു ദേവദാസൻ പറഞ്ഞതാണ്. സാധ്യതകളെല്ലാം ഉണ്ട്, എവിടെയും ഇവിടെയും എല്ലാം ചില ഫ്രിക്ഷൻസിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. വഴക്ക്, അത് നമ്മളതിനെ കുറച്ചും കൂടെ എക്സ്ട്രീമായിട്ട് പറയുന്നുള്ളൂ. വഴക്കെന്ന് ഒരുപക്ഷെ ആ പദം കുറച്ചും കൂടെ നമുക്ക് വലുതായിട്ട് തോന്നും. എന്നാൽ ബന്ധങ്ങളിൽ ഒലച്ചിലുകൾ സാധ്യമാണ്. അതാണ് ബന്ധം. ബന്ധത്തിൽ ഒലച്ചിലൊന്നും ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു ഐലൻഡിൽ പോയി താമസിക്കണം. എവിടെയെങ്കിലും ദൂരെ ആരുമില്ലാത്തിടത്ത് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുവാണെങ്കിൽ അവിടെയും പ്രശ്നമൊക്കെ ഉണ്ട്. അവിടെ നമ്മോട് തന്നെ ചിലപ്പോൾ യുദ്ധം ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ പൗലോസ് പറയുക, വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ അല്പം നിർത്തിയിട്ട് ഇങ്ങനെ പറയുന്നു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. ക്ഷമിക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കേണ്ടത് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. എത്രയോ പാപങ്ങൾ, എണ്ണിയാൽ തീരാത്ത തെറ്റുകളും പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. നാളെയും ക്ഷമിക്കാമെന്ന്, മരണം വരെ നമ്മളോട് ക്ഷമിക്കാമെന്ന് പറഞ്ഞ കർത്താവ് പറയുക, നിങ്ങൾ അങ്ങനെ ഞാൻ ക്ഷമിച്ചതുപോലെ എന്ത് ചെയ്യണം? നിങ്ങളും ക്ഷമിപ്പീൻ.
ഇതാ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനിയായിട്ട് വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും, ദൈവമക്കളായിട്ട് വിളിക്കപ്പെട്ട ഞാനും നിങ്ങൾക്ക് ഇതിനപ്പുറം ഒരു ഓപ്ഷൻ ഇല്ല. അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വഴിയെല്ലാം വിട്ട് വേറെ, എൻ്റെ വഴി വേറെയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. എന്നോടും നിങ്ങളോടും കർത്താവ് പറയുന്നത്, വീണ്ടും വീണ്ടും കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, ഞാൻ നിങ്ങളോട് എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന പോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിപ്പീൻ. എങ്ങനെയൊക്കെ കർത്താവ് നമ്മോട് ക്ഷമിച്ചതെന്ന് നമുക്ക് നോക്കാം. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചു. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചു. ഞാൻ ഈ വേദപുസ്തകത്തിൽ നമ്മൾ ഈ ക്ഷമയെക്കുറിച്ച്, യേശുവിൻ്റെ ക്ഷമയെക്കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ യേശുവിൻ്റെ ജീവിത അനുഭവങ്ങൾ, യേശു കാണിച്ച ആ ക്ഷമയെക്കുറിച്ച് നമ്മളൊന്ന് നോക്കണം. എനിക്ക് 1-2 ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ഭാഗങ്ങൾ. അതൊന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് 7:36 മുതൽ 50 വരെയുള്ള കാര്യങ്ങളും. ജോൺ 8-ലെ കാര്യം നിങ്ങൾക്കറിയാം. യേശു ക്രിസ്തു അന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ എല്ലാവരും പിരിഞ്ഞു പോയി, എന്നാൽ യേശു ഒലിവുമലയ്ക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ യേശു എന്ത് ചെയ്തു? വീണ്ടും ദൈവാലയത്തിലെത്തി. എനിക്ക് ഒലിവുമലയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയതായിരിക്കാം. വളരെ രാവിലെ സമയത്ത് തന്നെ യേശു വീണ്ടും ആളുകളെ പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവാലയത്തിലെത്തി. ഈ സമയത്ത് അവിടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് യേശുവിന് മുമ്പിൽ കൊണ്ടുവന്നു. വളരെ ക്രൂഷ്യലായിട്ടുള്ള, യേശുവിനെ കുടുക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു. കാരണം യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ള വ്യക്തി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലണം. അവർ കല്ലുമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കും, ഞങ്ങൾ എന്നാ ചെയ്യണം? ഇവിടെ ഞങ്ങൾ കല്ലെറിഞ്ഞ് ഇവിടെ കൊല്ലട്ടെ? അത് അങ്ങനെ ചെയ്യുന്ന വിഹിതമാണ്, അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുക. എന്തോ യേശുവിന് ഉത്തരം പറയാനായിട്ട് പറ്റുന്നത്? യേശുവിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന് വേണമെങ്കിൽ പറയാം. ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ യഹൂദന്മാരുടെ നിയമങ്ങൾക്കെതിരായിട്ട് പറയുന്നത് പോലെയുമാകും. ഇനി കല്ലെറിഞ്ഞോ കൊന്നോ അവൻ പാപം ചെയ്തതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും യേശു പഠിപ്പിച്ചു വന്നതും യേശുവിൻ്റെ സ്വഭാവത്തിനും വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം പ്രസ്താവിക്കുന്നത് പോലെയാകും. യേശു അവിടെ ഒന്ന് നിന്നു, ധൃതിയൊന്നും പിടിച്ചില്ല. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്, യേശു ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കല്ല, യേശു നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. വീണ്ടും അവരിങ്ങനെ ചോദിച്ചു, അവർ യേശുവിനെ ഇങ്ങനെ വീണ്ടും പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു. അപ്പോഴത്തേക്ക് യേശു പതുക്കെ തലപൊക്കിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ഇത്രയും പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, പ്രായമുള്ളവർ തൊട്ട് ചെറിയ ആൾക്കാർ വരെ എല്ലാവരും അവിടെ നിന്ന് പോയി. നോക്കിയേ, ചെറിയ ആൾ തൊട്ട് പ്രായമുള്ള ആളുകൾക്ക് മനസ്സിലായി, എന്നിൽ എവിടെയൊക്കെയോ പാപങ്ങൾ ഉണ്ട്. പാപമില്ലാത്ത ഒരുത്തൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ കല്ലെറിയുവാനായിട്ട് വേറെ ആരുമില്ല. അവിടെ കല്ലെറിയാൻ പിന്നെ പറ്റുന്ന ഒരാൾ യേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഓരോരുത്തരായിട്ട് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പിന്നെ യേശുവും ഈ സ്ത്രീയും മാത്രം ശേഷിച്ചു. ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ? യേശു ചോദിച്ചു. ആരും എന്നെ വിധിച്ചില്ല, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. പോകുവീൻ, ഇനി പാപം ചെയ്യാതിരിപ്പീൻ. നോക്കി, നമ്മൾ യേശുവിൻ്റെ ക്ഷമയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ, അത് നമ്മൾ ആ ക്രൂശിൽ ക്ഷമിച്ച കാര്യം മാത്രമല്ല, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ചര്യകളിൽ ഓരോ സമയത്തും യേശു കാണിച്ചു തന്ന ക്ഷമ. യേശുവിന് തന്നെയാണ് വിധി പ്രസ്താവിക്കാനായിട്ട് കഴിയുന്നത്, വിധിക്കുവാനായിട്ട് സാധിക്കുമെങ്കിലും യേശു അവളെ ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊണ്ടു. മാത്രമല്ല, യേശുവിന് ഒരു കാര്യം മനസ്സിലായി, അവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്തവരായിരിക്കാം. ചിലർ പറയുന്നു യേശു പലവരുടെയും പാപങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്കറിയത്തില്ല, എങ്കിലും ഞാനിങ്ങനെ ചിന്തിക്കുന്നു, യേശു ചിലപ്പോൾ അവിടെ എഴുതുന്നുണ്ടായിരിക്കാം അസൂയ, ക്രോധം, പിന്നെ അശുദ്ധ ചിന്തകൾ, പലതിങ്ങനെ എഴുതുന്നുണ്ടായിരിക്കും അവിടെ. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ ആരുമില്ല. ചെറുപ്പം തൊട്ട് പ്രായമുള്ള എല്ലാവർക്കും മനസ്സിലായി, എനിക്കിതിന് യോഗ്യതയില്ല. ഇതുതന്നെയാണ് ക്ഷമയെന്ന് പറയുന്നത്. എന്താണ് ക്ഷമിക്കാതിരിക്കുവാനുള്ള യോഗ്യത? നമുക്കെന്തുവാ?
എത്രയോ പാപങ്ങൾ നിരന്തരം കർത്താവ് ക്ഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കെവിടെ പറയാനായിട്ട് സാധിക്കും? നിനക്ക് ഞാൻ കാണിച്ചു തരാം, നിനക്കിട്ട് പണി വരുന്നുണ്ട് എന്ന് പറയാൻ ഞാനാരാ? സാധിക്കത്തില്ല. ഇനി നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പോകുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ഒരു പരീശൻ യേശുവിനെ വിരുന്നിന് ക്ഷണിച്ചു. അവരെല്ലാം ഭക്ഷണത്തിരിക്കുമ്പോഴത്തേക്ക് പാപിനിയായ ഒരു സ്ത്രീ അവിടെ കടന്നു വരുന്നു. അവൾ എങ്ങനെ കടന്നു വന്നെന്ന് അറിയത്തില്ല. സാധാരണ അങ്ങനത്തെ ഒരു സദസ്സിൽ അവൾക്ക് ഒരിക്കലും വരാനായിട്ട് സാധിക്കത്തില്ല. എങ്കിലും അവളവിടെ വന്നു. കയ്യിൽ സുഗന്ധ ദ്രവ്യമുണ്ട്, സുഗന്ധ തൈലമുണ്ട്. കണ്ണുനീരോടുകൂടെ വന്നിട്ട് യേശുവിൻ്റെ കാല് നനയ്ക്കുന്നു. തൻ്റെ മുടി കൊണ്ട് കാല് എന്ത് ചെയ്തു? തുടയ്ക്കുന്നു. കാലിൽ തൈലം പൂശുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ആളുകളെല്ലാം ഇങ്ങനെ വിധി പ്രസ്താവിക്കുവാൻ തുടങ്ങി മനസ്സിൽ. ഇവന് പ്രവാചകനായിട്ട് ഇതെന്തു പോയി ചെയ്യുന്നതെന്ന് അറിയത്തില്ലേ? യേശു അവസാനം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് യേശു ശീമോനോട് പറയുന്നു, ആരുടെ പാവങ്ങളാണ് കൂടുതൽ ക്ഷമിക്കേണ്ടത്? അവിടെ 50 ശേക്കലോ 50 ഒരു നാണയത്തിന് ഇതിൻ്റെ വിലയുടെ കാര്യം പറയുന്നില്ല, 50 100. ഏറ്റവും കൂടുതൽ ആരുടെ പാപങ്ങളാണ് ക്ഷമിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കടത്തിൻ്റെ കാര്യം പറയുന്നത് 50 വെള്ളി നാണയമാണോ 100 വെള്ളി നാണയമാണോ? ഏറ്റവും കൂടുതൽ ഇളച്ച് കിട്ടിയവനല്ലേ ക്ഷമിക്കുന്നത് എന്ന രീതിയിൽ യേശു തൻ്റെ ഉദാഹരണത്തിൽ കൂടെ പറയുമ്പോഴത്തേക്ക് ശീമോനും പറയുന്നു, അതെ, ഏറ്റവും കൂടുതൽ ഇളച്ച് കിട്ടിയവൻ. ഇവൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്തവളായിരിക്കാം. അവൾ ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് കർത്താവിനെ സ്നേഹിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ പറയുന്ന പോലെ പാപം ക്ഷമിക്കണമേ എന്നൊന്നും പറയുന്നില്ലെങ്കിലും അവളുടെ ഓരോ ആക്ഷൻസിൽ കൂടെ എന്നോട് ക്ഷമിക്കണേ, എന്നോട് പൊറുക്കണമേ എന്ന് അവൾ പറയുന്നു. കൂടുതൽ ക്ഷമിക്കപ്പെട്ടവൻ കൂടുതൽ സ്നേഹിക്കുമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് യേശു അതവിടെ അവസാനിപ്പിക്കുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. കർത്താവ് വരുന്നവരെല്ലാം എന്തു ചെയ്തു? കർത്താവ് അവർക്കോടെല്ലാം ഈ ക്ഷമ കാണിച്ചുകൊണ്ടായിരുന്നത്. കർത്താവ് അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ ക്ഷമ കാണിക്കുമ്പോഴത്തെ യേശു ഒരിക്കലും നമ്മൾ ആദ്യത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ അവിടെയൊന്നും ഒരു കോംപ്രമൈസ് ഒന്നുമല്ല. ഞാൻ ക്ഷമിച്ചു, ഇനി നിനക്ക് തോന്നിയ പോലെ ജീവിക്കാമെന്നല്ല. യേശു അവളോട് വളരെ കൃത്യമായി പറഞ്ഞു, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോകുവിൻ, ഇനി പാപം ചെയ്യരുത്. അതേ മനോഭാവം തന്നെയായിരിക്കാം യേശുവിന് ഇവിടെയും ഉള്ളത്. ഇവിടെ കോംപ്രമൈസ് ഒന്നുമല്ല, പക്ഷേ യേശു അവിടെയും ക്ഷമ കാണിക്കുന്നു. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 23:34 ആ വാക്യം ഒന്ന് വായിക്കാം. യേശു ക്രൂശിൽ കിടന്നു. വേദപുസ്തകത്തിൽ ഇനിയും ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കുവാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ യേശു സുവിശേഷങ്ങളിലുണ്ട്. യേശു ക്ഷമ കാണിച്ചത് നമ്മളത് എടുക്കുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 23:34 ഒന്ന് വായിക്കാം. ക്രൂശിൽ കിടന്ന് യേശു പറഞ്ഞ കാര്യം 23:34. ലൂക്കോസ് 23:34. ഓക്കെ. പിതാവ് ഇവർ ചെയ്യുന്ന ഇന്നതെന്ന് അറിയായതുകൊണ്ട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ആദ്യം ലൂക്കോസ് അവിടെ എഴുതുന്നതിന് മുമ്പ് അവിടെ കാണുന്നുണ്ട് അവനെ മറ്റ് കള്ളന്മാരുടെ കൂടെ, അല്ലേ, മറ്റ് കുറ്റങ്ങൾ ചെയ്തവരുടെ ഇടയ്ക്കാണ് യേശുവിനെയും ആക്കിയിരിക്കുന്നത്. നോക്കി, യേശുവിന് അപ്പോൾ ഉണ്ടാകുന്ന ഒരു തോന്നലൊന്ന് ചിന്തിച്ചു നോക്കി. ഞാനും മറ്റ് ആൾക്കാരെ പോലെ, അല്ലെങ്കിൽ മറ്റ് പിടിച്ചുപറിയും മോഷണവും മറ്റ് കൊള്ളിവെപ്പും ഒക്കെ നടത്തിയ ഒരു കുറ്റക്കാരനെ പോലെ തന്നെയാണ് ഞാനും ആയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് യേശു നമ്മളോട് വായിക്കുന്നത്. യേശു പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതിനുശേഷം അവർ യേശുവിൻ്റെ വസ്ത്രം ചീട്ടിടുന്നത് നമ്മളവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇതെല്ലാം എത്രയോ വേദന അനുഭവിച്ചിട്ട് യേശു അവിടെ എത്തിയത്. എന്നിട്ട് യേശു പറയുന്നു, ഇവരറിയുന്നില്ല ശരിക്കും ഇവരെന്നാ ചെയ്യുന്നതെന്ന്. പലപ്പോഴും ചിന്തിച്ചു പോകണം. നമ്മളെ പലപ്പോഴും ഉപദ്രവിക്കുന്നവരല്ലെങ്കിൽ നമ്മളെ പലപ്പോഴും നിന്ദിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ച് നിങ്ങൾക്ക് ആ വേദന ഉണ്ടാക്കിയ ആ വ്യക്തി പലപ്പോഴും അറിയുന്നില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. നമ്മൾ ചിലപ്പം ചിന്തിക്കുക അവന് ബോധമില്ലേ, വിവരമില്ലേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഉൾക്കണ്ണൊരിക്കലും തുറന്നിട്ടില്ല. അവരുടെയും ഉൾക്കണ്ണുകൾ തുറന്നിട്ടില്ല. അവർ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള കോൺസിക്വൻസസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഉണ്ട്. അതൊക്കെ ദൈവം അത് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ
അവരത് പലപ്പോഴും സെൻസ് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന് അറിയത്തില്ല. അത് മനസ്സിലാക്കിയ കർത്താവ് പറഞ്ഞത്, കർത്താവേ ഇവരെന്നെ ശരിക്കും പറഞ്ഞാൽ അറിയുന്നില്ല. യേശു മശിഹയാണെന്നോ, യേശു അവർ കാത്തിരുന്ന് വർഷങ്ങൾ, അനേക വർഷങ്ങൾ ദീർഘനാളുകളായി കാത്തിരുന്നു വന്ന സമയത്ത് വന്ന മശിഹയാണെന്ന് ഇവരൊരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. ഇവരറിയുന്നില്ല. കർത്താവ് അവരോട് ക്ഷമിക്കണമേ. ഇനി റോമാലേഖനം 5:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് കർത്താവ് നമ്മളോട് ക്ഷമിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വായിക്കാം. റോമർ 5:6 മുതൽ 8 വരെ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കുവാൻ ഗുണവാന് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ നമ്മൾ വായിക്കാൻ മനസ്സിലാവും. നല്ല ആൾക്കാർക്ക് വേണ്ടി ചിലപ്പോൾ ആളുകൾ ജീവനൊക്കെ കൊടുക്കുമായിരിക്കാം. അല്ലെങ്കിൽ പാപികളായ ഒരു വ്യക്തികൾക്ക് വേണ്ടിയൊന്നും അങ്ങനെ ജീവൻ കൊടുക്കാനോ അതുപോലെ ത്യാഗം സഹിക്കാനോ ഒന്നും ആരും വരത്തില്ല. അത്രേ ഉള്ളോ? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം ക്രിസ്തുവിൽ കൂടെ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ പാപിയായിരുന്നു, ഒന്നിനും ഒരർത്ഥത്തിലും വേണ്ടാത്ത ആൾക്കാരല്ലേ നമ്മൾ. ഇന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാൻ കുറച്ചൊക്കെ എന്തോ സമ്പടി ആയല്ലോ, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ നല്ലവനാണല്ലോ, അയൽപക്കക്കാരെയൊക്കെ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ദൈവത്തെ വിളിക്കുന്നവരാണെന്നൊക്കെ ഇപ്പോഴൊക്കെ നമുക്ക് ചിന്ത വരുന്ന. പഴയതൊന്നും ചിന്തിച്ചു നോക്കിയേ. ഒന്നുമില്ലാതിരുന്ന സമയത്ത്, ആർക്കും നമ്മളെ ഇഷ്ടമില്ലായിരുന്ന സമയത്ത്, ആളുകൾ നമ്മളെ വെറുത്തിരുന്ന സമയത്ത്, നമ്മുടെ സ്വഭാവങ്ങൾ പോലും നമ്മളെ തള്ളിയിരുന്ന സമയത്ത്, നാറ്റം വമിച്ചിരുന്ന സമയത്ത് അവൻ നമുക്ക് വേണ്ടി, അവൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി പകർന്നു വന്നു. അല്ലെങ്കിൽ നമ്മളെ അവൻ ഓർപ്പിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചതാ. നമ്മൾ ആ യേശുവിനെ അവൻ രക്ഷിതാവായി സ്വീകരിച്ചപ്പോഴത്തേക്ക് നമുക്ക് ആ രക്ഷ ലഭിച്ചു. പാപികളായിരിക്കുമ്പോൾ തന്നെ അഭക്തർക്ക് വേണ്ടി അവൻ മരിക്കുന്നതിൽ കൂടെ ദൈവം തൻ്റെ സ്നേഹം നമ്മളോട് കാണിച്ചു. ഇങ്ങനെ കർത്താവ് ക്ഷമിച്ചത് കൊണ്ടാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്. ഇനി അടുത്തൊരു കാര്യം, ഫോർഗിവ്നെസ് ഈസ് അൺലിമിറ്റഡ്. ഇനി ക്ഷമിക്കാനായിട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ക്ഷമയെക്കുറിച്ച് കർത്താവ് പറയുന്നത്, ക്ഷമയ്ക്ക് പരിധി വെക്കാനായിട്ട് പറ്റത്തില്ല. ഒരിക്കലും അതിന് പരിധി വെക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും പരിധി വെക്കുന്നവർ, ഇത്രയൊക്കെ നമ്മൾ ക്ഷമിക്കും, കുറേയൊക്കെ നമ്മൾ ക്ഷമിക്കും, പിന്നെ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് പ്രയാസമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇതിന് പരിധിയില്ല. അതാണ് മത്തായിയുടെ സുവിശേഷം 18:21-22 വരെ വായിക്കുന്നത്. ഒന്ന് വായിക്കാമോ? വേഗം വായിച്ചു. മത്തായി 18:21-22 വരെ. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ? 7 വട്ടം. അവർക്ക് 7 എന്ന് പറയുന്നൊരു പൂർണ്ണ സംഖ്യയാണല്ലോ യഹൂദന്മാർ. അതുകൊണ്ട് ചോദിച്ചു, 7 വട്ടം മതിയോ? യേശു അവനോട്, 7 വട്ടമല്ല, 7 വട്ടമല്ല, 70 വട്ടം. 70 വട്ടം. 7നെ 70 ഇട്ട് ഇൻറ്റു ചെയ്യുക, അത്രയും പ്രാവശ്യം ക്ഷമിക്കുക എന്ന് പറഞ്ഞു. അതിന് പറഞ്ഞതിന് സാരം എന്താ? അത്രയും പ്രാവശ്യം നമ്മൾ ക്ഷമിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ക്ഷമ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് തീരും, അല്ലേ? കുറേ പ്രാവശ്യം നമ്മളൊരു കാര്യം റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്കൊരു പ്രയാസമല്ല. അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ക്ഷമിക്കുവാനായിട്ട് പറ്റും. അതാണ് കർത്താവ് പറയുന്നത്. അവിടെ കർത്താവ് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ആദ്യത്തെ ചാപ്റ്ററൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഒരു ഇടർച്ച വരുത്തുന്നതിനെക്കുറിച്ച്, ഇടർച്ച മനുഷ്യന് വരാതിരിക്കുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അത് വരുത്തുന്നവന് അയ്യോ കഷ്ടം. ചെറിയ ഒരുത്തന് ഇടർച്ച വരുത്തിയാൽ അവനെ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് അവിടെ പറയുമ്പോഴത്തേക്കാണ് പത്രോസ് ഈ ഒരു കാര്യം ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇടർച്ചകൾ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും വരാം. എന്നാൽ പത്രോസിന് ഉള്ള പോലത്തെ ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. കർത്താവേ, ഞാനിപ്പോൾ എത്ര വട്ടം ക്ഷമിച്ചു? നിങ്ങൾ തന്നെ ഇപ്പം പറയുന്നുണ്ട്, ഞാനിപ്പോൾ അവനോട് ഇപ്പം എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു, ഇനി എനിക്ക് പ്രയാസമാണ്. എന്നാൽ കർത്താവ് പറയുന്നു, ഇനിയും നിന്നോട് ഞാൻ പറയുന്നത് ക്ഷമിക്കാൻ തന്നെയാണ്.
ഇനിയും ക്ഷമിക്കാൻ തന്നെയാണ് പറയുന്നത്. ഈ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ സമയമെടുക്കുന്നില്ല, നമുക്ക് പിന്നെ ഇടയ്ക്ക് ചെന്ന്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ തെറ്റിനെ അംഗീകരിച്ചെന്നൊന്നും അർത്ഥമില്ല, അതിൻ്റെ തെറ്റിനെ അംഗീകരിച്ചെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇനിയും എൻ്റെ ഉള്ളിൽ നിന്ന് ആ പകയും കയ്പുമെല്ലാം വിട്ടുകളയുന്നു കർത്താവേ. അതിന് ഞാനൊരു ലിമിറ്റ് എനിക്ക് വെക്കാനായിട്ട് പറ്റത്തില്ല. ലിമിറ്റില്ലാതെ വണ്ണം വീണ്ടും 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 ക്ഷമിച്ചുകൊണ്ടിരിക്കുക. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോവുക. ക്ഷമിക്കുക എന്ന് പറയുമ്പോഴത്തെ നിങ്ങൾ ചിന്തിക്കില്ല, ഇന്നങ്ങ് പെട്ടെന്ന് ഈ വചനമെല്ലാം കേട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് ക്ഷമിക്കാനായിട്ട് പറ്റുമെന്ന് ഓർക്കരുത്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റായിട്ട് നടക്കുന്നൊരു കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട, അത് ആർക്കും സാധിക്കത്തില്ല. എന്നാൽ ആ പ്രോസസ്സിന് ഒരു സ്റ്റെപ്പ് എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രക്രിയ എന്ന് പറയുമ്പോൾ വാക്കിന് അത് അർത്ഥം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം പ്രക്രിയ എന്ന് പറയുന്നത് പ്രോസസ്സ്. ഈ ഫൊർഗിവ്നെസ് ഒരു പ്രോസസ്സാണ്. ഇതിനു വേണ്ടി നമ്മൾ നോക്കുന്നത് യോസഫിൻ്റെ സ്റ്റോറിയാണ്. നമ്മൾ കൂടുതലും യോസഫിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ യോസഫിൻ്റെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒത്തിരി ഗുണങ്ങൾ നമ്മൾ ഇങ്ങനെ കേട്ടും. യോസഫ് ഒരു സൂപ്പർ ഹ്യൂമൻ ആയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പെട്ടെന്ന് പുള്ളിക്കെല്ലാം കഴിയുന്നു, ഭർത്താവ് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും ഈ ക്ഷമയുടെ കാര്യം വരുമ്പോൾ നമ്മളൊരു പക്ഷേ നമ്മൾ പെട്ടെന്ന് അങ്ങ് ചിന്തിച്ച് നമ്മൾ കേൾക്കുന്ന കാര്യം, യോസഫ് അങ്ങ് ക്ഷമിച്ചു. യോസഫ് അങ്ങ് തൻ്റെ സഹോദരന്മാരോട് എന്ത് ചെയ്തു? പെട്ടെന്ന് കണ്ട ഉടനെ ക്ഷമിച്ചു. പിന്നെ അവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ട്രിക്സൊക്കെ ഇങ്ങനെ ചെയ്തു. എന്നാൽ നമ്മൾ അതിൻ്റെ മറ്റൊരു വശവും കൂടെ നോക്കണം. 13 വർഷം തിക്ത അനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പച്ച മനുഷ്യനെ നിങ്ങളൊന്ന് ഓർത്തു നോക്കി. 13 വർഷം തൻ്റെ അപ്പനും ഇല്ല, അപ്പൻ പിന്നെ തേടി വരുന്നതും നമ്മൾ കാണുന്നില്ല. ഒത്തിരി സ്നേഹിച്ച അപ്പൻ ഈ യോസഫിൻ്റെ പുറകെ വരുന്നതും നമ്മൾ കാണുന്നില്ല. പോയിടത്തെല്ലാം നിന്ദകൾ അനുഭവിച്ചു, തെറ്റിദ്ധരിക്കപ്പെട്ടു, ചെയ്യാത്ത കുറ്റത്തിന് കുണ്ട്രയിലകപ്പെട്ടു. അവിടെയും ഒരാൾ ഓർക്കാമെന്ന് പറഞ്ഞു, അയാൾ മറന്നുപോയി. ഈ വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും അങ്ങ് ഭയങ്കര സ്വസ്ഥതയായിരിക്കുമോ? ഈ വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും അങ്ങ് ഭയങ്കര സ്നേഹം മാത്രമായിരിക്കുമോ? ഒരു വേദനയും ഇല്ലേ? ഒരു ദേഷ്യമോ കയ്പോ ഒന്നും ഈ മനുഷ്യനില്ലേ? എന്നാൽ വേദവസ്തു നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ വേറൊരു തലത്തിലോട്ടൊന്ന് നോക്കുവാണെങ്കിൽ യോസഫിന് ആദ്യം ക്ഷമിക്കുക എന്ന് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. 13 വർഷം എന്നെ വേദനിപ്പിച്ച ആൾക്കാരെ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്ഷമിക്കാനൊന്നും യോസഫിന് സാധിച്ചില്ല. അതൊരു പ്രോസസ്സായിരുന്നു, ഒരു പ്രക്രിയയായിരുന്നു. അതിൽ കൂടെ മുമ്പോട്ട് പോയി യോസഫ് കംപ്ലീറ്റായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുക നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം യോസഫിൻ്റെ ആ കഥ. 42-ാം അധ്യായം 7, 9, 12 വാക്യങ്ങളൊന്ന് വായിച്ചാൽ നമുക്ക് കാണാം യോസഫ് എങ്ങനെയാണ് അവരോട് പെരുമാറിയത് തൻ്റെ സഹോദരന്മാർ ആദ്യം വന്നപ്പോഴത്തേക്ക്. യോസേഫ് തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ അവരെ അറിഞ്ഞുവെങ്കിലും അറിയാത്ത ഭാവം നടിച്ചു അവരോട് കഠിനമായി സംസാരിച്ചു. നോക്കിയേ, ഇതേതാണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു നല്ല മനുഷ്യനിങ്ങനെ കണ്ട ഉടനെ ഞാനൊരു പാഠവരെ പഠിപ്പിക്കാം എന്നൊക്കെ ഇരുന്ന് അങ്ങനെയൊന്നുമല്ല. അവിടെ എഴുതിയിട്ടുണ്ട് കഠിനമായിട്ട് എന്ത് ചെയ്തു? സംസാരിച്ചു. കണ്ടപ്പോൾ തന്നെ വീണ്ടും ഒരു പക്ഷേ ഓർത്തുകയാണ്, ഇവരും ട്രാപ്പ് ചെയ്യാൻ വരുമായിരിക്കും അല്ലേ? ഒരു തിക്ത അനുഭവം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം കാണുമ്പോൾ ഇനി അവൻ അടുത്ത തന്നെ എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്, അടുത്ത പാര പണിയാൻ പോവാണോ? കഠിനമായിട്ട് എന്ത് ചെയ്തു? അവരോട് സംസാരിച്ചു. വീണ്ടും യോസഫ് അവരെ കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്തപ്പോൾ എല്ലാം ഓർത്തു. ഇനി ഞാൻ ചിന്തിക്കും, സ്വപ്നങ്ങൾ ഓർത്തു. അവരോട് നിങ്ങൾ ഒറ്റുകാരാണ്, ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളൊരു സ്പൈസാ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടും മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ വന്നവരാ. അവൻ അവരോട് അല്ല, നിങ്ങൾ ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കുവാൻ വന്നിരിക്കുന്നു എന്ന്. ഇനി അതിന്റെ അവിടെ അങ്ങനെ പറഞ്ഞു 14 തൊട്ട് 16 വരെ.
യോസേഫ് അവരോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഇതിനാൽ വീണ്ടും അക്യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒറ്റുകാർ തന്നെ. കാരണം അന്നേരത്തേക്ക് അവർ അതിന് മുമ്പ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു സഹോദരനും കൂടി ഉണ്ട്, അവനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയും, അല്ല, നിങ്ങൾ ഒറ്റുകാർ തന്നെയാണ്. ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നല്ലാതെ ഫറവോനാണ് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയില്ല. ഇളയ സഹോദരൻ ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ വിടത്തുള്ളൂ. ഇനി 18 തൊട്ട് 20 വരെ നമ്മൾ ഈ യോസഫ് അവരോട് ഇടപെട്ട കാര്യം മാത്രം ഒന്ന് നോക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണല്ലോ. 3-ാം ദിവസം യോസേഫ് അവരോട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യുവീൻ. നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ. ഒരു സഹോദരൻ ചുമ്മാ ഇവിടെ നിന്നാ പോരാ, കാരാഗ്രഹത്തിൽ, ജയിലിൽ പിടിച്ചിടണം. നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം കൊണ്ടുപോകും. ധാന്യമൊക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കോ. എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. ഇളയ സഹോദരനെ കൊണ്ടുവരണം. അതിനാൽ നിങ്ങളുടെ വാക്ക് നേരെന്ന് തെളിയും, നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല. അവർ അങ്ങനെ സമ്മതിച്ചു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വായിച്ചപ്പോഴത്തേക്ക് ഒരു റൈറ്റർ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, യോസഫിന് ഒരു പക്ഷേ ചിന്തയെന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടപ്പെടുന്ന സഹോദരൻ ഇവിടെ കിട്ടണം. ഇവിടെ അവനെ ഇവിടെ കിണ്ടെന്ന് കഴിഞ്ഞിട്ട് ഇവരെ എന്ത് ചെയ്യണം? ഇവരങ്ങ് പൊക്കോട്ടെ. കാരണം ഇനി എനിക്ക് പറ്റിയ പോലത്തെ പ്രശ്നമൊന്നും ബെന്യാമീൻ ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും സഹോദരൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാക്സിമം ജോസഫ് അവിടെ നോക്കുന്നു. സ്വന്തം സഹോദരന്മാരോട് പെട്ടെന്ന് ഒന്ന് ക്ഷമിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ആദ്യത്തെ ഒരു തകർച്ച, ക്ഷമയുടെ ഒരു ചെറിയൊരു സ്ഫുരണം തുടങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് 22-23 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? അതിന് രൂപൻ, ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? എന്നിട്ട് നിങ്ങൾ കേട്ടില്ല. ബാലനോട് ഞാൻ ദോഷം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമൊക്കെ രൂപൻ അവരുടെ ഭാഷയിൽ പറയുക. എന്നാൽ ജോസഫ് ഈ ദ്വിഭാഷി മൂലം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്കറിയത്തില്ല ജോസഫിന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് യോസേഫ് അവരോട് സംസാരിച്ചത് ദ്വിഭാഷി മുഖാന്തരമായിരുന്നതുകൊണ്ട് അവനത് ഗ്രഹിച്ചു എന്ന് അവർ അറിഞ്ഞില്ല. അവൻ അവരെ വിട്ടു മാറിപ്പോയി കരഞ്ഞു. നോക്കിക്കേ, ഈ ക്ഷമ അങ്ങോട്ട് പെട്ടെന്ന് കണ്ട ഉടനെ, മക്കളെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു സഹോദരന്മാരെ, ബാ എല്ലാം മേടിച്ചുകൊണ്ട് പൊക്കോ എന്നൊന്ന് പറയുന്ന ക്ഷമയല്ലായിരുന്നു. കഠിനമായിട്ട് തന്നെ ആദ്യം പെരുമാറി. എന്നാൽ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ആ ഹൃദയം പെടഞ്ഞു, വേദനിക്കാനായിട്ട് തുടങ്ങി. പഴയ കാര്യം ഓർത്തപ്പോഴത്തേക്ക് അവിടെ ഒരു തകർച്ച നമ്മൾ കാണുന്നു. പിന്നെയും ഈ തകർച്ച കണ്ടിട്ട് അവിടെ നിന്നില്ല, പിന്നെയും അവരോട് വേറെ രീതിയിൽ ഇടപെടുന്നത്. 44-1-2 വാക്യങ്ങൾ. അനന്തരം അവൻ തന്റെ ഗ്രഹവിചാരകനോട്, ഇവരുടെ ചാക്കിൽ പിടിപ്പ് ധാന്യം നിറച്ച് ഓരോരുത്തന്റെ ദ്രവ്യം അവനവന്റെ ചാക്കിന്റെ വായ്ക്കൽ വെക്കുക. ഇളയവന്റെ ചാക്കിന്റെ വായ്ക്കൽ വെള്ളി കൊണ്ടുള്ള എന്റെ പാനപാത്രവും അവന്റെ ധാന്യം പാനപാത്രം അവിടെ വെച്ചിട്ട് അത് പിടിക്കുവാനുള്ള ട്രിക്ക് ജോസഫ് ചെയ്യുന്നു. ഇനി അതിൻ്റെ 4-5 44-4-5. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുമ്പേ യോസേഫ് തന്റെ ഗ്രഹവിചാരകനോട്, എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക. ഒപ്പം എത്തുമ്പോൾ അവരോട്, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു എന്ത്? അക്യൂസേഷൻ വീണ്ടും കൊണ്ട്, നന്മയ്ക്ക് പകരം നിങ്ങൾ തിന്മ ചെയ്തു എന്ന്. അതിലല്ലയോ എൻ്റെ യജമാനൻ കുടിക്കുന്നത്? അതിനാലല്ലയോ ലക്ഷണം നോക്കുന്നത്? നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്ന് പറയുക എന്ന് കൽപ്പിച്ചു. ഇനി 15-17. യോസേഫ് അവരോട്, നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത്? എന്നെപ്പോലെയുള്ള ഒരുത്തിന് ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് യഹൂദ, യജമാനനോട് ഞങ്ങൾ എന്തു പറയേണ്ടു? എന്തു ബോധിപ്പിക്കേണ്ടു? എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ഇതാ ഞങ്ങൾ യജമാനന് അടിമകൾ. ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുപോ അവനും തന്നെ എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ആ ഒരു ഫൊർഗിവ്നെസ്സിൻ്റെ കംപ്ലീറ്റിലേക്ക് പോയി. എന്നാൽ നമ്മൾ ഒരെണ്ണം വിട്ടുപോയി ഒരു വാക്യം. 30-31 വായിക്കാമോ? 43-31. വീണ്ടും ഒരു തകർച്ച നമ്മളവിടെ ജോസഫിൽ കാണുന്നുണ്ട്. 30-31. അനുജനെ കണ്ടിട്ട് യോസേഫിന്റെ മനസ്സ് ഉരുകിയത് കൊണ്ട് അവൻ കരയേണ്ടതിന്റെ ബന്ധപ്പെട്ട സ്ഥലം നമ്മുടെ ബെന്യാമിൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, അവനെ കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? കരയേണ്ടതിന് വീണ്ടും എന്ത് ചെയ്തു? ഒരു സ്ഥലം കണ്ടെത്താനായിട്ട് പോകുന്നത്. നമ്മൾ രണ്ടാമതൊരു തകർച്ച ഉണ്ട്. വീണ്ടുമാണ് നമ്മൾ ഏറ്റവും അവസാനമാണ് ഇവർക്കിപ്പം മനസ്സിലായി, ഇവർക്കിനി ബെന്യാമിൻ കൂടാതെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ യഹൂദ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുക. ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് യഹൂദ പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 45-8-15 വാക്യങ്ങൾ.
ആകയാൽ നിങ്ങളല്ല, ദൈവമത്ര എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവന്റെ ഗ്രഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും. അത് ജോസഫ് ക്ഷമിക്കുന്നതാണ്. എന്നാൽ അതിന് മുമ്പ് നമ്മൾ യഹൂദ പറയുന്ന ഭാഗത്ത് എനിക്ക് തോന്നുന്നു അതിൻ്റെ 17 15 വാക്യങ്ങളാണോ കാണുന്നുണ്ട്. പിച്ചി ചീന്തിപ്പോയി എന്ന് പറയുന്നൊരു വാക്കുണ്ട്. തൻ്റെ അപ്പൻ പറഞ്ഞിരുന്നു, എൻ്റെ ആദ്യത്തെ എന്നെ ഇഷ്ടപ്പെട്ട മകൻ എന്ത് ചെയ്തു? നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, പിച്ചി ചീന്തിപ്പോയി. ഇതേ കാര്യം എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ അപ്പനിൽ നിന്ന് കേട്ടത് യഹൂദ യോസഫിനോട് പറഞ്ഞപ്പോഴത്തേക്കാണ് യോസഫിന് അടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഭയങ്കരമായ പ്രയാസം യോസഫിൽ നമ്മൾ കാണുന്നു. അവിടുന്ന് വാവിട്ട് കരയുക. പിന്നെ കരയുന്നത് ചെറുതായിട്ട് മാറി നിന്നൊന്നും കരയുമല്ല, പൊട്ടിക്കരയുന്നു. പിന്നെ സഹോദരന്മാരെ ആശ്ലേഷിക്കുന്നു, ചുംബിക്കുന്നതും, ഇവിടെ എന്നെ ദൈവം അയച്ചത്, നിങ്ങളല്ല എന്നെ അയച്ചത്, ഈ കാര്യങ്ങളെല്ലാം പറയും നമ്മൾ കാണും. നിങ്ങളതൊന്നും ആ ഭാഗങ്ങൾ ഓരോന്നാല് ഭാഗമായിട്ട് എടുത്ത് വായിക്കണം. പല ഘട്ടങ്ങളിൽ കൂടിയാണ് യോസഫ് തൻ്റെ ഫൊർഗിവ്നെസ് പൂർത്തിയാക്കിയത്. ആദ്യം ഒരു പ്രയാസം തോന്നി, രണ്ടാമതൊന്ന് കരഞ്ഞു, മൂന്നാമത്തെ കരച്ചിൽ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു. അതിൽ കൂടെ എന്ത് ചെയ്തു? ആ ഒരു പാപക്ഷമയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. ഇനി നമ്മൾ 50-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ പാപക്ഷമ മാത്രമല്ല, അവസാനം അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കൊരു പ്രയാസം, യോസഫ് ഞങ്ങളെ കൊല്ലുവോ? അപ്പോഴത്തേക്ക് അവരാളെ അയച്ചു, ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് യോസഫ് വീണ്ടും അവരോട് പറയുന്നു, നിങ്ങളെ ഞാൻ ഒരു ഉപദ്രവം ചെയ്യത്തില്ല, നിങ്ങൾക്കിവിടെ താമസിക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തരും, ഒരു റെസ്റ്റോറേഷനും കൂടെ. പഴയ പോലെ തന്നെ അവരെങ്ങനെയായിരുന്നു ആദ്യത്തെ ബന്ധം നമുക്കറിയാം പ്രയാസമുള്ള, എന്നാൽ അതിനേക്കാളും മനോഹരമായ നിലയിലേക്ക് അവർ നമ്മളുള്ള ബന്ധം എന്ത് ചെയ്തു? ആയിത്തീർന്നു. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം ക്ഷമിക്കാൻ പ്രയാസമുള്ള പലരും ഇതിൻ്റെ മധ്യത്തിലുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ജഡ്ജ് ചെയ്യുവാണോ നിങ്ങൾ ചിന്തിക്കും. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ആൾക്കാരുടെ കാര്യം ഇതത്ര എളുപ്പമല്ലാത്തതുകൊണ്ടാണ്, എനിക്കറിയാം. പക്ഷേ ഞാൻ പറയാം, ഈ ഒരു പ്രക്രിയയിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുക്കണം. എളുപ്പമല്ല. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം തൻ്റെ കൃപ പകർന്നു തരും. മുമ്പോട്ട് പോയിട്ട് നമ്മൾ ആ ഒരു ഫൊർഗിവ്നെസ് അത് പൂർത്തിയാക്കണം. പൂർണ്ണമാക്കുമ്പോഴത്തേക്ക് നമുക്കൊത്തിരി വേദനകളും നമുക്കൊത്തിരി നിരാശയും പ്രയാസമൊക്കെ വരും. ആ പഴയ ഓർമ്മകളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വേദനയൊക്കെ വരും. എന്നാൽ അതെല്ലാം നമ്മൾ അനുഭവിച്ച് നമ്മളൊന്ന് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു സമാധാനം ഏറ്റവും ഭയങ്കരമായിരിക്കും. വേഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാനത്തെ കാര്യം മാത്രം, ക്ഷമിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. പ്രൊവേർബ് 17:22 പറയുന്നു, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. നമ്മൾ ഈ ക്ഷമിക്കാത്ത അവസ്ഥ, മാപ്പില്ലായ്മയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അനേക പഠനങ്ങൾ തെളിയിച്ചൊരു കാര്യമുണ്ട്. അവർ റിസർച്ച് ചെയ്ത് വെറുതെ ഇങ്ങനെ പറഞ്ഞതല്ല, അവർ റിസർച്ച് ചെയ്ത് പഠിച്ചൊരു കാര്യമുണ്ട്. ക്ഷമിക്കാതിരിക്കുമ്പോഴത്തേക്ക് ആളുകൾ അനവധി രോഗങ്ങളിലേക്ക് കടന്നു പോകാറുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് കടന്നു പോകാറുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ അവരെക്കുറിച്ച് പഠിച്ചവരെഴുതി 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് പറയാം. ഇംഗ്ലീഷിലാണ്, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ക്രോണിക് അൺഫോർഗിവ്നെസ് കോസസ് സ്ട്രെസ്. നിരന്തരമായിട്ട് ക്ഷമിക്കാത്ത അവസ്ഥ നമ്മളെ സ്ട്രെസ്, നമ്മളിൽ ആ ഒരു ഉത്കണ്ഠയും ആകുലതയൊക്കെ ഉണ്ടാക്കുന്നു. എവറി ടൈം പീപ്പിൾ തിങ്ക് ഓഫ് ദെയർ ട്രാൻസ്ഗ്രസർ. നമ്മളെ ഉപദ്രവിച്ച വ്യക്തിയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ട്രെസ്സ്, അല്ലേ? ഈ സ്ട്രെസ്സ് വരുന്നത് എങ്ങനെയാണ്? നമുക്കുണ്ടാകുന്ന ഉത്കണ്ഠ വരുന്നത് എന്നും ഓർക്കുക അവനെക്കുറിച്ച്, അവനത് ചെയ്തല്ലോ, അത് പറഞ്ഞല്ലോ, അവളത് പറഞ്ഞല്ലോ, അവളത് ചെയ്തല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നു, ബോഡി റെസ്പോൺസ്. ഡിക്രീസിങ് യുവർ അൺഫോർഗിവ്നെസ് കട്ട്സ് ഡൗൺ ഓൺ യുവർ ഹെൽത്ത് റിസ്ക്. നമ്മുടെ ഹെൽത്തിൻ്റെ റിസ്ക്കൊക്കെയും പ്രശ്നങ്ങൾ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ക്ഷമിക്കാത്ത അവസ്ഥ മാറ്റണം. ഇനി വേറൊരാൾ പറഞ്ഞ അതിനെക്കുറിച്ച് പഠിച്ചു ഒരു ഡോക്ടർ, അദ്ദേഹം പറയുന്നു, 60 to 90% ഓഫ് വിസിറ്റ്സ് ടു ഫിസിഷ്യൻസ് ആർ ഫോർ കണ്ടീഷൻ റിലേറ്റഡ് ടു സ്ട്രെസ്. 60 മുതൽ 90% ആൾക്കാരും ഡോക്ടറെ കാണുന്നതിൻ്റെ കാര്യം സ്ട്രെസ്സ് മൂലമാണ്. സ്ട്രെസ് എന്ന് പറയുന്ന വാക്ക് മനസ്സിലായാലും നമ്മളിലുണ്ടാകുന്ന ആദ്യ ഉത്കണ്ഠ, അല്ലേ? നമ്മളിലുണ്ടാകുന്ന ഒരു സമ്മർദ്ദം മൂലമാണ് പലപ്പോഴും. അതുമൂലമാണ് നമ്മൾ പല ഡോക്ടറെ കാണും. എനിക്ക് തലവേദനയുണ്ട്, എനിക്ക് മറ്റു വേദനയുണ്ട്,
പ്രയാസമുണ്ട്, മറ്റ് വയറിന് അപ്സെറ്റുണ്ട്, പ്രയാസം. നമ്മളതൊക്കെ മനസ്സിലാക്കി ഒന്ന് ഇരുന്ന് നോക്കുമ്പോൾ എവിടെയൊക്കെയോ വേദനകൾ നമ്മൾ പേറിക്കൊണ്ടിരിക്കുക മനസ്സിൽ. ഇതിനെല്ലാം സൗഖ്യം കിട്ടുവാനായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കുള്ളൊരു ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത്. പല പല രോഗങ്ങളിലേക്ക് ഇത് നയിക്കാം. നമ്മൾ ഈ സ്ട്രെസ്സ് വരുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് നമ്മളൊരു മെഡിക്കലായ ഒരു കാര്യം ഞാനൊന്നും പഠിച്ചിട്ടുള്ളതല്ല, വായിച്ച് മനസ്സിലാക്കിയതും ആയ കാര്യം പറയാം. നമ്മൾ ഈ സ്ട്രെസ് നമ്മളിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളിൽ പലതരത്തിലുള്ള എന്തു ചെയ്യും, ഹോർമോൺസ് എന്തു ചെയ്യും, നമ്മളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അഡ്രിനാൽ ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു കാര്യം, അത് നമുക്ക് ആവശ്യമുള്ളതാണ്, നമുക്കത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പല കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് റെഗുലേറ്റ് ചെയ്യുന്ന കോർട്ടിസോൾ ആവശ്യമാണ്. എന്നാൽ കോർട്ടിസോൾ അമിതമായിട്ട് ഉൽപ്പാദിക്കപ്പെടുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് നമ്മൾ നയിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂടാം, നമ്മളിൽ ഡയബറ്റിക്സ് ഉണ്ടാകാം, നമുക്ക് ഭയങ്കര ക്ഷീണം അനുഭവിക്കാം, നമ്മുടെ കോൺസെൻട്രേഷൻ പോകും, നമ്മുടെ രോഗപ്രതിരോധ ശക്തി അത് ബാധിച്ചിട്ട് പല രോഗങ്ങൾ കടന്നു വരാൻ സാധിക്കും. പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് ഇതുപോലുള്ള ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസ് മൂലം നമ്മളിൽ പല രോഗങ്ങളിലേക്ക് നയിക്കും. ഇതൊക്കെ പഠനങ്ങളും ശാസ്ത്രങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മൾ ക്ഷമിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. മറ്റുള്ളവർ ചെയ്തു പ്രവർത്തിച്ചു, അവരത് പോയി, അവരത് ചിലപ്പോൾ അതൊക്കെ അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗം, അതിങ്ങനെ അവർ പറഞ്ഞും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അവരിതിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. എന്നാൽ എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും തടവറയ്ക്കുള്ളിൽ കിടന്ന് ഞെരുങ്ങുക. ഇതുമൂലം പലതരത്തിലുള്ള രോഗങ്ങൾ, പ്രയാസങ്ങൾ. എന്തിന്? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴത്തേക്ക് നമുക്ക് സൗഖ്യത്തോടെ ജീവിക്കാം, നമുക്ക് വിട്ടുകളയാം, നമുക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കാം. എളുപ്പമല്ല, അൺലിമിറ്റഡായിട്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എന്നാൽ നമ്മൾക്കും ഈ ജോസഫിനെ പോലെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാം. നമ്മൾ മുമ്പോട്ട് പോയി നമുക്ക് അത് പൂർണ്ണമായൊരു ക്ഷമയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണല്ലോ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ. നമുക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്ന പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇന്നിവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ, ഒത്തിരി നമ്പേഴ്സ് ചിലപ്പോൾ ഇല്ലായിരിക്കാം. എന്നാൽ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ ക്ഷമിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കിന്ന് ക്ഷമിക്കാൻ മേലാത്ത വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തി നിങ്ങളോട് ചെയ്ത കാര്യങ്ങളും എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് ഓർക്കാമോ? ഇന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രയാസം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഈ ചില ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ മേലാത്ത ആ സാഹചര്യങ്ങൾ, ആ അവസ്ഥകൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർത്താട്ടെ. കർത്താവ്, ഞാൻ നിൻ്റെ കാര്യങ്ങളിൽ തരുന്നു. ഞാൻ പരിമിതിയുള്ളവനാണ് കർത്താവേ, എനിക്ക് സാധിക്കത്തില്ല കർത്താവ്, എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല.